അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഈമാനുള്ള സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ലോകത്തിൽ സ്ത്രീകളെ പല രീതിയിലാണ് വിലയിരുത്തുന്നത്. സൗന്ദര്യം, പണം, പ്രശസ്തി, സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സ്. പക്ഷേ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും മഹത്തായ സ്ത്രീ ആരാണ്? അവൾ ഈമാനിൽ ഉറച്ചവളാണ്. അവൾ തന്റെ റബ്ബിനെ സ്നേഹിക്കുന്നവളാണ്. അവൾ നമസ്കാരത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നവളാണ്. അവൾ തന്റെ കുടുംബത്തെയും മതത്തെയും മാനിക്കുന്നവളാണ്. ഈ വീഡിയോ അവസാനിക്കും വരെ കണ്ടാൽ ഒരു ഈമാനുള്ള സ്ത്രീയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഭാഗം 1. ഈമാനുള്ള സ്ത്രീയുടെ ആദ്യ ഗുണം അല്ലാഹുവിനോടുള്ള ഭയം. ഒരു ഈമാനുള്ള സ്ത്രീ എല്ലാത്തിനും മുൻപ് അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അവൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും തെറ്റുകൾ ചെയ്യാൻ ഭയപ്പെടുന്നു. കാരണം മനുഷ്യർ കാണാത്ത സമയത്തും അല്ലാഹു കാണുന്നുവെന്ന് അവൾക്കറിയാം. ഇന്നത്തെ കാലത്ത് പലരും സോഷ്യൽ മീഡിയയിൽ പ്രശസ്തി നേടാനായി എന്തും ചെയ്യുന്നു. പക്ഷേ ഒരു ഈമാനുള്ള സ്ത്രീ തന്റെ മാന്യത കാത്തു സൂക്ഷിക്കുന്നു. അവൾ അറിയുന്നു, ലോകം കൈയടിച്ചാലും അല്ലാഹു കോപിച്ചാൽ അത് വിലയില്ല. ഭാഗം 2. നമസ്കാരം ജീവിതത്തിന്റെ കേന്ദ്രം. ഒരു ഈമാനുള്ള സ്ത്രീയുടെ ഏറ്റവും വലിയ അടയാളം അവളുടെ നമസ്കാരമാണ്. ഫജ്ർ നമസ്കാരത്തിന് എഴുന്നേൽക്കുന്ന സ്ത്രീക്ക് പ്രത്യേകമായൊരു സമാധാനം ലഭിക്കും. അവൾ ദിനത്തിൽ 5 പ്രാവശ്യം തന്റെ സ്രഷ്ടാവിനോട് സംസാരിക്കുന്നു. അതുകൊണ്ട് അവളുടെ ഹൃദയം ശാന്തമാണ്. ഇന്ന് പല സ്ത്രീകളും മാനസിക സമ്മർദ്ദം, വിഷാദം, ഒറ്റപ്പെട്ടുപോവൽ എന്നിവ നേരിടുന്നു. എന്നാൽ നമസ്കാരം ഹൃദയത്തിന് ഔഷധമാണ്. അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുന്ന സ്ത്രീ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഭാഗം 3. ഹയാ, സ്ത്രീയുടെ യഥാർത്ഥ ആഭരണം. ഇന്നത്തെ ലോകം സ്ത്രീയുടെ വില അവളുടെ വസ്ത്രത്തിലൂടെയും രൂപത്തിലൂടെയും അളക്കുന്നു. പക്ഷേ ഇസ്ലാം സ്ത്രീയുടെ മഹത്വം അവളുടെ ഹയായിലാണ് കാണുന്നത്. ഹയാ എന്നത് വെറും വസ്ത്രമല്ല. സംസാരത്തിൽ ഹയാ വേണം, നോട്ടത്തിൽ ഹയാ വേണം, ജീവിതത്തിൽ ഹയാ വേണം. ഒരു ഈമാനുള്ള സ്ത്രീ തന്റെ ശരീരത്തെയും മാന്യതയെയും സംരക്ഷിക്കുന്നു. കാരണം അവൾ അറിയുന്നു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഭാഗം 4. മാതാപിതാക്കൾക്ക് ബഹുമാനം. ഈമാനുള്ള സ്ത്രീ തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. അവരുടെ ദുആയുടെ വില അവൾക്കറിയാം. ഒരു ഉമ്മയുടെ കണ്ണീർ സ്വർഗത്തിലേക്കുള്ള വഴിയാകാം. ഒരു ഉപ്പയുടെ സന്തോഷം ജീവിതത്തിലെ ബറക്കത്താകാം. ഇന്ന് പലരും മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുന്നു. പക്ഷേ ഒരു ഈമാനുള്ള സ്ത്രീ അവരുടെ കൈ പിടിച്ച് നടക്കും. ഭാഗം 5. ഭർത്താവിനും കുടുംബത്തിനും കരുതൽ. ഒരു നല്ല സ്ത്രീ കുടുംബത്തിന്റെ പ്രകാശമാണ്. അവൾ വീട്ടിൽ സമാധാനം സൃഷ്ടിക്കുന്നു. ഭർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും കുടുംബജീവിതത്തെ മനോഹരമാക്കുന്നു. മക്കൾക്ക് നല്ല ദീൻ പഠിപ്പിക്കുന്ന ഉമ്മ സമൂഹത്തിന്റെ ഭാവി നിർമ്മിക്കുന്നു. ഒരു ഈമാനുള്ള സ്ത്രീയുടെ ദുആ കാരണം മുഴുവൻ കുടുംബവും രക്ഷപ്പെടാം. ഭാഗം 6. ക്ഷമയും സഹനവും. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും, ദാരിദ്ര്യം വരാം, രോഗം വരാം, വേദന വരാം. പക്ഷേ ഒരു ഈമാനുള്ള സ്ത്രീ തകർന്നു പോകുന്നില്ല. കാരണം അവൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. അവൾ പറയുന്നു, എന്റെ റബ്ബ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതാണ് ഈമാനിന്റെ ശക്തി. ഭാഗം 7. ഖുർആനുമായി ബന്ധം. ഒരു ഈമാനുള്ള സ്ത്രീ ഖുർആൻ വായിക്കുന്നു. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഖുർആൻ വെറും വായിക്കാനുള്ള പുസ്തകമല്ല, ജീവിതത്തെ മാറ്റുന്ന പ്രകാശമാണ്. പ്രതിദിനം കുറച്ച് ആയത്തുകൾ പോലും വായിക്കുന്ന സ്ത്രീയുടെ ഹൃദയം അല്ലാഹു പ്രകാശിപ്പിക്കും. ഭാഗം 8. സമൂഹത്തിനുള്ള മാതൃക. ഒരു ഈമാനുള്ള സ്ത്രീ തന്റെ നല്ല സ്വഭാവത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. അവളുടെ സംസാരത്തിൽ കരുണയുണ്ട്. അവളുടെ പ്രവൃത്തിയിൽ സത്യസന്ധതയുണ്ട്. അവൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, പാവപ്പെട്ടവരെ കരുതുന്നു, അനാഥരെ സ്നേഹിക്കുന്നു. ഇത്തരം സ്ത്രീകളാണ് സമൂഹത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. ഭാഗം 9. ഈമാനുള്ള സ്ത്രീയും ക്ഷമയുടെ മഹത്വവും. ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ സന്തോഷമുണ്ടാകും, ചില ദിവസങ്ങളിൽ കണ്ണീരും ഉണ്ടാകും. ഒരു ഈമാനുള്ള സ്ത്രീയുടെ ശക്തി അവൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, പ്രശ്നങ്ങൾ വന്നാലും അല്ലാഹുവിൽ വിശ്വാസം നഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ചില സ്ത്രീകൾ ജീവിതത്തിൽ
ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നു. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഒറ്റപ്പെടൽ, മനസ്സിന്റെ വേദനകൾ, ദന്തത്താർകാരനാക്. എന്നാൽ ഒരു ഈമാനുള്ള സ്ത്രീക്ക് അറിയാം, അല്ലാഹു എന്നെ പരീക്ഷിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം അവൻ ഒരുക്കിയിട്ടുണ്ട്. ക്ഷമ എന്നത് വെറും കാത്തിരിപ്പ് അല്ല. ക്ഷമ എന്നത് വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകലാണ്. ക്ഷമ എന്നത് കരഞ്ഞാലും അല്ലാഹുവിനെ വിട്ടുകളയാതിരിക്കലാണ്. അതിനാലാണ് പല മഹത്തായ സ്ത്രീകളും ചരിത്രത്തിൽ മാതൃകയായത്. ഭാഗം 10. ഒരു സ്ത്രീ ഉമ്മയായാൽ അവളുടെ ഉത്തരവാദിത്തം വളരെയധികം വർദ്ധിക്കുന്നു. കാരണം ഒരു ഉമ്മ കുട്ടികളെ വളർത്തുന്നത് മാത്രമല്ല, ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ്. ഒരു ഈമാനുള്ള ഉമ്മ മക്കൾക്ക് പഠിപ്പിക്കും, സത്യം പറയാൻ, നമസ്കരിക്കാൻ, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, ദരിദ്രരെ സഹായിക്കാൻ, അല്ലാഹുവിനെ സ്നേഹിക്കാൻ. ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നല്ല അമ്മമാർ ഉണ്ടെങ്കിൽ സമൂഹം തകരില്ല. ഒരു അമ്മയുടെ ദുആ പലപ്പോഴും കുട്ടികളുടെ ജീവിതം മാറ്റിമറിക്കും. ഭാഗം 11. ഈമാനുള്ള സ്ത്രീയും നാവിന്റെ സംരക്ഷണവും. ചിലപ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത് അവന്റെ വാക്കുകളാണ്. ഒരു ഈമാനുള്ള സ്ത്രീ തന്റെ നാവ് സൂക്ഷിക്കും. അവൾ പരദൂഷണം പറയില്ല, മറ്റുള്ളവരെ അപമാനിക്കില്ല, കള്ളം പറയില്ല, അനാവശ്യ വഴക്കുകളിൽ ഏർപ്പെടില്ല. കാരണം അവൾക്കറിയാം, ഒരു നല്ല വാക്ക് പോലും സദഖയായി മാറാം. ചില സ്ത്രീകൾ വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നു. ചിലരുടെ വാക്കുകൾ വീട് തകർക്കുന്നു. ഒരു ഈമാനുള്ള സ്ത്രീ സമാധാനം പരത്തുന്നവളാണ്. ഭാഗം 12. സോഷ്യൽ മീഡിയ കാലത്തെ ഈമാനുള്ള സ്ത്രീ. ഇന്ന് സോഷ്യൽ മീഡിയ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കാണിക്കാനുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു ഈമാനുള്ള സ്ത്രീ ചോദിക്കും, ഞാൻ ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണോ? അവൾ പ്രശസ്തിക്ക് വേണ്ടി തന്റെ മാന്യത നഷ്ടപ്പെടുത്തില്ല. അവൾ ലൈക്കുകൾക്കായി ജീവിക്കില്ല. കാരണം അവൾക്കറിയാം, മനുഷ്യരുടെ പ്രശംസ താൽക്കാലികമാണ്, അല്ലാഹുവിന്റെ പ്രീതി ശാശ്വതമാണ്. ഭാഗം 13. ദുആ ചെയ്യുന്ന സ്ത്രീയുടെ ശക്തി. ഒരു സ്ത്രീ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം കൈ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ അവളുടെ കണ്ണീർ അല്ലാഹു കാണുന്നു. അവളുടെ ഹൃദയത്തിലെ വേദന അല്ലാഹുവിന് അറിയാം. ചിലപ്പോൾ മനുഷ്യർ മനസ്സിലാക്കില്ല, പക്ഷേ അല്ലാഹു മനസ്സിലാക്കും. ഒരു ദുആ ജീവിതം മാറ്റാം. ഒരു ദുആ കുടുംബത്തെ രക്ഷിക്കാം. ഒരു ദുആ വർഷങ്ങളായ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം. അതുകൊണ്ട് ദുആ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഭാഗം 14. യഥാർത്ഥ സൗന്ദര്യം എന്താണ്? ലോകം പറയുന്നു, സൗന്ദര്യം മുഖത്തിലാണ്. പക്ഷേ ദീൻ പഠിപ്പിക്കുന്നത് സൗന്ദര്യം ഹൃദയത്തിലാണ്. ഈമാനുള്ള സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം അവളുടെ സ്വഭാവം, അവളുടെ കരുണ, അവളുടെ ക്ഷമ, അവളുടെ വിശ്വാസം, അവളുടെ ഇബാദത്ത്. ഇവയാണ് അവളെ വിലപ്പെട്ടവളാക്കുന്നത്. ഭാഗം 15. അവസാന ഓർമ്മപ്പെടുത്തൽ. പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കാം. നിങ്ങൾ ഒരുപാട് വേദനകൾ നേരിടുന്നുണ്ടാകാം. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നിയേക്കാം. പക്ഷേ ഓർക്കുക, അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണീർ അവന് അറിയാം. നിങ്ങളുടെ നിശബ്ദമായ ദുആ പോലും അവൻ കേൾക്കുന്നു. അതിനാൽ തകരരുത്. നിങ്ങളുടെ ഈമാൻ സംരക്ഷിക്കുക. കാരണം ഒരു ഈമാനുള്ള സ്ത്രീ ലോകത്തും വിജയിക്കും, അഖിറത്തിലും വിജയിക്കും. പ്രിയ സഹോദരിമാരെ, ലോകം നിങ്ങളെ വിലകുറച്ച് കാണാൻ ശ്രമിച്ചാലും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ഈമാനുള്ള സ്ത്രീയുടെ സ്ഥാനം വളരെ ഉയർന്നതാണ്. നിങ്ങളുടെ ഹിജാബ് അഭിമാനമാണ്. നിങ്ങളുടെ നമസ്കാരം ശക്തിയാണ്. നിങ്ങളുടെ ദുആ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇന്നു മുതൽ നമുക്ക് അല്ലാഹുവിനോട് കൂടുതൽ അടുത്തുവരാം. നമ്മുടെ ജീവിതം ദീനിന്റെ പ്രകാശത്തിൽ മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അല്ലാഹു നമ്മളെ എല്ലാവരെയും നല്ല ഈമാനുള്ളവരാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.